അതാണ് ഈ സ്ഥാനാർത്ഥിയുടെ ട്വിസ്റ്റ്. ഡൽഹിയിൽ നരേന്ദ്രമോദിയെ ഫെബ്രുവരി 1 നേരിൽ കണ്ട അനിൽ ആന്റണിയുടെ ഫോണിലേക്ക് നരേന്ദ്രമോദിയോട് നേരിട്ട് സംസാരിക്കാൻ ഒരു കോൾ വന്നു. ഒരു ഗുജറാത്തിയും വെറുതെ കടലിലിറങ്ങില്ല എന്ന് മലയാളിയെ മനസ്സിലാക്കിച്ച ഒരു സംഭവമാണ് നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം. അതിൻ്റെ ഇമ്പാക്റ്റ് മലയാളി അടുത്ത കാലത്ത് മാത്രം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ മുൻപ് പലതും മനസ്സിലാക്കാതെ പോയ മലയാള മാധ്യമപ്രവർത്തകരും ഇടതു വലത് രാഷ്ട്രീയ നേതാക്കളും പോലും നരേന്ദ്രമോദിയുടെ തുടർച്ചയായ കേരള തമിഴ്നാട് സന്ദർശനത്തെ ഭയന്നു തുടങ്ങിയിട്ടുണ്ട്. മോദിയുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. താൻ ഭരിക്കുമ്പോൾ എല്ലാ സംസ്ഥാനത്തു നിന്നും ലോക്സഭയിൽ പ്രതിനിധികൾ ഉണ്ടായിരിക്കണം. അല്ലാതെ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച് രാജ്യം ഭരിക്കണമെന്ന സ്വാർത്ഥ താൽപര്യം മാത്രമാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ സമയവും ഹിന്ദി ഹൃദയഭൂമിയിൽ ചെലവഴിച്ചാൽ മതിയല്ലോ. ഇത്തവണ ചരിത്രത്തിലാദ്യമായി ഇലക്ഷൻ പ്രഖ്യാപിക്കും മുമ്പ് BJP കേരളത്തിലെ 12 ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ പ്രചരണം ചൂടുപിടിക്കും മുമ്പ് തന്നെ നരേന്ദ്രമോദി 2004 ആദ്യ 2 മാസത്തിൽ മാത്രം 2 തവണ തൃശ്ശൂരും 1 തവണ എറണാകുളത്തും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പാലക്കാടും എത്തിയെന്നത് വെറുതെയല്ല. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയും പോലെ കേരളത്തിലെ നേതാക്കൾക്കും അണികൾക്കും എന്തിന് ഇപ്പോൾ പ്രഖ്യാപിച്ച ചില സ്ഥാനാർത്ഥികൾക്ക് പോലും BJPക്ക് അനുകൂലമായ കേരളത്തിലെ ജനവികാരം മനസ്സിലായിട്ടില്ലെങ്കിലും എതിർ പാർട്ടികൾക്കും നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും അത് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് CPIM BJP സഖ്യമെന്ന് കോൺഗ്രസും കോൺഗ്രസ് BJP സഖ്യമെന്ന് CPMഉം പരസ്യമായും നിരീക്ഷകരും മാധ്യമങ്ങളും തൊട്ടും തൊടാതെയും രഹസ്യമായും പറയുന്നത്. അതായത് BJP ചില സീറ്റിൽ ജയിച്ചാൽ പോലും അത് കേരളത്തിൻ്റെ വികാരമല്ല, അടവ് നയം കൊണ്ട് നരേന്ദ്രമോദി നേടിയെടുത്തതാണ് എന്ന പുകമറ സൃഷ്ടിക്കൽ. അതാണ് അവരുടെയൊക്കെ ഉദ്ദേശം. കേരളത്തിലെ ഓരോ മണ്ഡലത്തിലെയും സാധ്യതയെക്കുറിച്ചും ആരാവും ജയിക്കുക എന്നുമുള്ള വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് പറയുന്നത് പത്തനംതിട്ടയെക്കുറിച്ചാണ്. PC ജോർജിൻ്റെ BJPയിലേക്കുള്ള വരവോടെ താമര ചിഹ്നത്തിൽ PCയെ അല്ലെങ്കിൽ മകൻ ഷോൺ ജോർജിനെ പ്രവർത്തകർ പ്രതീക്ഷിച്ച മണ്ഡലത്തിലേക്കാണ് മോദി തൻ്റെ ആയുധമായി അനിൽ ആന്റണി അയക്കുന്നത്. അതിനെതിരെ വളരെ പെട്ടെന്ന് PC ജോർജ് ക്ഷോഭത്തോടെ പ്രതികരിച്ചത് കേരള BJPയുടെ നേതൃത്വത്തിൻ്റെ വീഴ്ചയാണെങ്കിലും എന്തുകൊണ്ട് അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി വന്നുവെന്ന് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ പത്തനംതിട്ടയിൽ വന്നപ്പോൾ PCയോട് നേരിട്ട് വിശദീകരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ നിന്നാണ് BJPക്ക് പത്തനംതിട്ടയിൽ എത്ര സാധ്യതയുണ്ടോ വസ്തുത മനസ്സിലാകുന്നത്. പത്തനംതിട്ട മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ എന്ന ശബരിമല സമരനായകൻ അയ്യപ്പൻ്റെ പടത്തലവൻ എന്ന ഇമേജിൽ പരമാവധി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ച് നേടിയത് 3 ലക്ഷം വോട്ടുകളാണ്. വീണ ജോർജ് എന്ന സഭയുടെ LDF സ്ഥാനാർത്ഥിയും ആൻഡോ ആന്റണി എന്ന ക്രിസ്ത്യൻ കോൺഗ്രസ് സിറ്റിംഗ് MPയും മത്സരിച്ച 2019 തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലുണ്ടായെങ്കിലും പരമാവധി 25,000-ൽ കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ K സുരേന്ദ്രന് ലഭിച്ചിരുന്നില്ല. അതായത് പത്തനംതിട്ടയിൽ ഏതാണ്ട് 2.25 ലക്ഷം ഹിന്ദു വോട്ടുകൾ BJPക്ക് അനുകൂലമാക്കാൻ K സുരേന്ദ്രനിലൂടെ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. ഇത്തവണയും കുമ്മനം രാജശേഖരനോ ശ്രീധരൻ പിള്ളയോ മറ്റേതെങ്കിലും ഹിന്ദു സ്ഥാനാർത്ഥിയോ വന്നാലും BJPക്ക് പരമാവധി ലഭിക്കുക അതേ 3 ലക്ഷം വോട്ട് മാത്രമാണെന്ന് മനസ്സിലാക്കിയാണ് നരേന്ദ്രമോദി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്കുള്ള ശ്രമം തുടങ്ങിയത്. അങ്ങനെയാണ് PCയിലേക്കും മകൻ ഷോണിലേക്കുമൊക്കെ ചർച്ചകളുണ്ടായത്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവിക്ക് ശേഷം PC ജോർജ് നടത്തിയ സ്വാഭാവികമായ പ്രതികരണത്തിൽ ഈഴവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന ന്യായം പറഞ്ഞ് BDJSൻ്റെ പിന്തുണ PCക്കില്ലെന്ന് ബോധ്യപ്പെട്ട മോദി ഇതേ എതിർപ്പുണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് മറ്റൊരു ചോയ്സ് തെരഞ്ഞത്. എറണാകുളം മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ച 2020 നേതാവ് സാബു ജേക്കബ് കൈവിട്ടു പോയപ്പോൾ അവിടേക്കാണ് അനിൽ ആന്റണിയെ മോദി കണ്ടുവച്ചിരുന്നത്. പക്ഷേ പിന്നെ എങ്ങനെയാണ് അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് അനിൽ ആന്റണി പത്തനംതിട്ടയിലേക്ക് വന്നത്? ആലപ്പുഴയിലും കൊല്ലം മണ്ഡലത്തിലും നല്ല സ്വാധീനമുള്ള തോമസ് ഐസക്കിനെ പിണറായി പത്തനംതിട്ടയിലേക്ക് അയച്ചത് BJPയുടെ പത്തനംതിട്ട സ്ഥാനാർത്ഥി ഒരു ഹിന്ദു ആയിരിക്കുമെന്നും സ്വതവേ പെന്തക്കോസ്ത് ആഭിമുഖ്യം കാണിക്കുന്ന ആൻഡോ ആന്റണി എന്ന സിറ്റിംഗ് MPയോട് സഭയ്ക്കും ജനങ്ങൾക്കുമുള്ള എതിർപ്പ് അൽഫോൺസാമയെ വാഴ്ത്തപ്പെട്ടവളാക്കി പ്രഖ്യാപിച്ച ചടങ്ങിൽ പങ്കെടുത്ത തോമസ് ഐസക്കിനെ സഹായിക്കുമെന്നും ഐസക്ക് ജയിച്ച് ഡൽഹിയിലേക്ക് പോയാൽ കേരളത്തിൽ തൻ്റെ തലവേദന ഒഴിവാക്കാമെന്നും കരുതിയാണ്. വടകരയിൽ ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിയതും A റഹീമിനെ രാജ്യസഭയിലേക്ക് അയച്ചതും ഷംസീറിനെ സ്പീക്കറാക്കി മാറ്റിയതും M സ്വരാജിന് എറണാകുളം സീറ്റ് നിഷേധിച്ചതും EP ജയരാജനെയും P ജയരാജനെയും ഒതുക്കിയതും G സുധാകരനെ അപ്രസക്തനാക്കിയതുമൊക്കെ മരുമകന് അധികാര കൈമാറ്റം ഉറപ്പിക്കാനുള്ള പിണറായി യന്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഷാഫി പറമ്പിൽ വടകരയിൽ വന്നതും അനിൽ ആന്റണി പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി വന്നതും പിണറായിയുടെ ആ സ്വപ്നങ്ങൾക്ക് മേൽ വീണ കരിനിഴലായി എന്നതാണ് വസ്തുത. അതിനെയും പിണറായി ഇനി സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ട് മറികടന്നാൽ അത് അയാളുടെ മിടുക്ക് എന്നേ പറയാൻ പറ്റൂ. പറഞ്ഞു വന്നത് അനിൽ ആന്റണി എങ്ങനെ മോദിയുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ വന്നു എന്നാണ്. സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ PC ജോർജിനോട് വിശദീകരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നത് അനിൽ ആന്റണി സാക്ഷാൽ AK ആന്റണിയുടെ പിന്തുണയോടെ ക്രൈസ്തവ സഭയുടെ സ്ഥാനാർത്ഥിയായാണ് പത്തനംതിട്ടയിലേക്ക് വന്നത്. മനസ്സിലായില്ലല്ലേ? അതായത് കുറേ നാളായി പത്തനംതിട്ട MP ആയി വിലസുന്ന ആൻഡോ ആന്റണിക്കെതിരെ ശക്തമായ വികാരം നാട്ടിലെ ജനങ്ങൾക്കിടയിലും സഭയിലും പോലുമുണ്ട്. തിരുവനന്തപുരത്തെ ശശി തരൂരിനെ പോലെ ആൻഡോ ആന്റണി ഒരു പടം മാത്രമാണെന്ന് പൊതുജനത്തിന് മനസ്സിലായി കഴിഞ്ഞു.
നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോൾ ഒരു എം പി എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഫ്രാഞ്ചൈസ് നടത്തുന്നത് പോലെ മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ എം പിക്ക് വേണമെങ്കിൽ ശ്രമിക്കാം, പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിനാണ് പോവുക. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് എം പിയോ LDF എം പിയോ മോദി സർക്കാരിൻ്റെ പദ്ധതികൾ മണ്ഡലത്തിൽ കൊണ്ടുവരാതിരിക്കാനാണ് ശ്രമിക്കുക. പിന്നെ കേന്ദ്രം കൊടുക്കുന്ന MP ഫണ്ട് ചെലവഴിച്ച് മണ്ഡലത്തിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ BJP MP ആണെങ്കിൽ അവർക്ക് മന്ത്രിമാരാകാൻ കഴിയും. മാത്രമല്ല കൂടുതൽ നേട്ടങ്ങൾ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനും കഴിയും. ഇതിന്ന് മലയാളി വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി കേരളത്തിലെ ക്രൈസ്തവ സഭകൾ അത് മനസ്സിലാക്കിയെന്നുള്ളതാണ് 2024 തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂടിൽ പ്രവർത്തിക്കുന്ന പുറമേയെങ്കിലും സഭാവിരുദ്ധനെന്ന് കരുതുന്ന തോമസ് ഐസക്, ക്രൈസ്തവ സഭയ്ക്ക് പൊതുവെ താല്പര്യമില്ലാത്ത പെന്തക്കോസ്ത് വിശ്വാസിയായ ഭാര്യ കൂടെയുള്ള നാടിനും സഭയ്ക്കും ഒരു ഗുണവുമില്ലാത്ത ആൻ്റോ ആൻ്റണി. അവിടെയാണ് അനിൽ ആൻ്റണിയുടെ സാധ്യത BJP പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്. സ്വതവേ ഉലഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ സഭകളും തങ്ങളുടെ മന്ത്രി എന്ന പരിഗണനയ്ക്ക് വേണ്ടി അനിൽ ആൻ്റണിക്ക് വോട്ട് ചെയ്യും. ഇത് മോദി മനസ്സിലാക്കിയതല്ല കേട്ടോ, മോദിയെ മറ്റൊരാൾ മനസ്സിലാക്കിച്ചതാണ്. അതാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലെ ട്വിസ്റ്റ്. ഡൽഹിയിൽ നരേന്ദ്രമോദിയെ ഫെബ്രുവരി 1 നേരിൽ കണ്ട അനിൽ ആൻ്റണിയുടെ ഫോണിലേക്ക് നരേന്ദ്രമോദിയോട് നേരിട്ട് സംസാരിക്കാൻ ഒരു കോൾ വന്നു. സഭയുടെ വോട്ടുകൾ വാഗ്ദാനം ചെയ്ത് സംസാരിച്ചത് മറ്റാരുമല്ല, അമ്മ എലിസബത്തിൻ്റെ ഫോണിൽ നിന്ന് സാക്ഷാൽ AK ആൻ്റണി തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. മകൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ അമ്മയുടെ ആ കരുതലിൻ്റെ കൂടി ഫലമാണ് ആ ഫോൺ കോൾ. ഈ വിവരമാണ് നരേന്ദ്രമോദി PC ജോർജിനെ അറിയിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. PC-യെയും മകനെയും കേരളത്തിലാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ മോദി PC-യെ ചേർത്ത് പിടിച്ചൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അടുത്ത ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ PC ജോർജ് ആയിരിക്കും. ഒരുപക്ഷെ കൂടുതൽ ക്രൈസ്തവ പ്രാതിനിധ്യത്തിന് വേണ്ടി രാജ്യസഭാ MP സ്ഥാനം പോലും PC ജോർജിന് ലഭിച്ചേക്കാം. കേരളത്തിലെ 32 വർഷം MLA ആയിരുന്ന നേതാവിന് അതിന് അർഹതയുണ്ടെന്ന് മോദിക്ക് തിരിച്ചറിവുണ്ട്. പറഞ്ഞു വന്നത് PC ജോർജും അനിൽ ആൻ്റണിയും BJP-യും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനിയും ചില സംശയങ്ങളും കൺഫ്യൂഷനും ഉള്ളത് BJP അണികളിലാണ്. ശരിക്കും അനിൽ ആൻ്റണിക്ക് വല്ല കഴിവുമുണ്ടോ, ജയിക്കാൻ പ്രാപ്തനാണോ എന്നൊക്കെയുള്ള സംശയങ്ങളിൽ കലങ്ങി മറിഞ്ഞ് വോട്ട് ദിവസം വോട്ട് ചെയ്യാൻ പോകാതിരിക്കരുത്. PC ജോർജും സഭയും സാക്ഷാൽ AK ആൻ്റണിയും ഒപ്പമുള്ള അനിൽ ആൻ്റണി ഇന്ന് കരുത്തനാണ്. കോൺഗ്രസ് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഇൻ്റലക്ച്വൽ ദേശീയ ചുമതല വഹിച്ച അനിൽ ആൻ്റണിക്ക് കഴിവില്ല എന്ന് കോൺഗ്രസ്സുകാർ പോലും പറയില്ല. പിന്നെ നമ്മളെന്തിന് നമുക്കൊപ്പം 1 വർഷത്തിലേറെയായി വന്ന ആ ചെറുപ്പക്കാരനെ സംശയിക്കണം? കഴിഞ്ഞ തവണ K സുരേന്ദ്രന് കിട്ടിയ 2.25 ലക്ഷത്തിൽ ഒരു വോട്ട് പോലും ചോരാതിരിക്കുകയും പുതിയ കാലത്തെ മോദി അനുകൂല യുവത്വത്തിൻ്റെ വോട്ടുകൾ ആകർഷിക്കാനും കൂടി പത്തനംതിട്ടയിലെ BJP പ്രവർത്തകർക്ക് കഴിഞ്ഞാൽ പത്തനംതിട്ട നരേന്ദ്രമോദി ആഗ്രഹിച്ച പോലെ അനിൽ ആൻ്റണിയുടെ കൈവെള്ളയിലിരിക്കും. അതായത് ഒത്തുപിടിച്ചാൽ ഇത്തവണ താമര വിരിയാൻ കേരളത്തിൽ ഏറ്റവും അനുകൂലമാണ് അയ്യൻ്റെ സ്വന്തം മണ്ണായ പത്തനംതിട്ട.